സോ ഗൈസ് ഞാൻ ജസ്റ്റ് ബസൂക്ക സിനിമ കണ്ട് വന്നതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ തൊട്ടടുത്ത തിയേറ്ററിലാണ് പോയത്, ജി സിനിമാസിലാണ് പോയത്. സോ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റഡ് ബൈ ഡിനോ ഡെന്നിസ്, ഡയറക്റ്റഡ് ആൻഡ് റൈറ്റഡ് ബൈ ഡിനോ ഡെന്നിസ് പടമാണ്. ഇതൊരു ഗെയിമിംഗ് കൈൻഡ് ഓഫ് സിനിമയാണ് ഗൈസ്. അത് മാത്രമല്ല സ്റ്റാറിങ് ബൈ മമ്മൂക്ക ആൻഡ് ഗൗതം വാസുദേവൻ ആൻഡ് സോ മെനി സ്റ്റാർസ്. കുറേ സ്റ്റാർസ് ഉണ്ട് ഗൈസ്. എല്ലാവരുടെ പേരും ഞാൻ പറയില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി പടം കാണുക ഗൈസ്. സോ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗൈസ് ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഒരു സിനിമയാണ്. അതായത് മമ്മൂക്കയുടെ ഏറ്റവും സ്റ്റൈലിഷ് ലുക്ക്, ഞാൻ അങ്ങനെ പറയുള്ളൂ, ഈ അടുത്ത് വന്നതിൽ വെച്ച് ഈ അടുത്തൊന്നല്ല അത്രയും സ്റ്റൈലിഷ് ലുക്കുള്ള ഒരു സിനിമ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇൻട്രോവിൽ വരെ മമ്മൂക്കയുടെ സ്റ്റൈലും ഗ്ലാമറും ലുക്ക് എല്ലാം രസമായിട്ട് പോയിരുന്നു. അതായത് ഇൻട്രോവിൽ വരെ പോയെന്ന് പറയുന്നത് അതിൻ്റെ സ്ലോ മോഷൻസ്, കട്ട്സ്, ഫൈറ്റ് സീന് എല്ലാം സൂപ്പറായിരുന്നു. പക്ഷെ അതിൻ്റെ പോസിറ്റീവ്സാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ഇതൊക്കെ അതിൻ്റെ പോസിറ്റീവ്സാണ്. സിനിമ അത്രയും സ്റ്റൈലിഷ് ആയിട്ട് മാത്രമല്ല, സിനിമ തുടങ്ങുമ്പോൾ തന്നെയുള്ള ആ ഒരു ടൈറ്റിൽ കാർഡ് മമ്മൂക്കയുടെ മോനെ തിയേറ്റർ എഴുന്നേച്ച് കൈയടിച്ച് ഗൈസ്. പുതിയൊരു ടൈറ്റിൽ കാർഡാണ്, ഒരു റിഫ്രഷിങ് ടൈറ്റിൽ കാർഡാണ്. സൂപ്പറായിട്ടുണ്ട്. മെഗാസ്റ്റാർ മമ്മൂക്ക എന്ന് പറഞ്ഞിട്ട്. പിന്നെ പടം അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പിന്നെ ഇൻട്രവല്, പിന്നെ കഥ അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ എന്താണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊരു ഗെയിമിങ്, അതായത് ഒരു ജെൻസി കൈൻഡ് ഓഫ് സിനിമയാണ്. സിനിമയുടെ ഒരു പോസിറ്റീവ് പറഞ്ഞാണെങ്കിൽ ഗൈസ്, സിനിമ നന്നായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഫ്രെയിംസും ഞാൻ ആലോചിച്ചിട്ട് ഇത്ര ഭംഗിയുള്ളൊരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നതെന്ന് തോന്നും. കാരണം സിനിമയുടെ ഫ്രെയിംസ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ, രസകരമായിട്ടാണ് അവർ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഐ മീൻ വിഷ്വൽസ്, അതിൻ്റെ DOP അല്ലെങ്കിൽ എന്താ അതിനെ പറയണം, എന്താണെങ്കിലും ബെറ്റർ ആയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ആയിട്ട് പക്ക നീറ്റായിട്ടുണ്ട്. മാത്രമല്ല ഒരു സ്റ്റേഡിയം സീനൊക്കെ കാണിക്കുമ്പോഴൊക്കെ വളരെ രസകരമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നല്ല രസകരമാണ്. സിനിമ അത്യാവശ്യം നല്ല രസകരമാണ്. അതേപോലെ ഒരു എന്താ പറയുന്നത്, മമ്മൂക്കയുടെ തന്നെ ഒരു വെറൈറ്റി ലുക്ക് എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ സൺഗ്ലാസിനെ കുറിച്ച് എടുത്തു പറയണം. മമ്മൂക്കയുടെ ഫസ്റ്റ് സൺഗ്ലാസ്, അതായത് ആ ക്ലിപ്പ് ഓൺ ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എയർ ലെൻസ്കാർട്ടിൻ്റെ ബ്രാൻഡിലെ ഗ്ലാസ് ആണ്. അതല്ലാണ്ട് കുറേ സൺഗ്ലാസ് ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. മിക്കവരും എല്ലാം നല്ല അടിപൊളി സൺഗ്ലാസുകൾ. അതേപോലെ തന്നെ മമ്മൂക്കയുടെ സ്പെക്സ് ഒക്കെ സൂപ്പർ. ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം ഗൈസ്, ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യണ ഒരു സംഭവമാണ് ഈ സ്പെക്സ്, അങ്ങനത്തെ കുറേ ടൈപ്പ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റൈലിഷാണ് പടം, അടിപൊളിയാണ്. പക്ഷേ ഇൻട്രവൽ കഴിഞ്ഞ് പിന്നീട് പോകുമ്പോഴാണ് പടം ഇച്ചിരി കൂടി എൻഗേജിങ് ആവുന്നത്. ഈ ഫസ്റ്റ് ഹാഫ് വരെ ഞാൻ പറഞ്ഞു വിഷ്വലി ബെറ്റർ ആയിരുന്നു. പക്ഷെ എൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഗൈസ്, പടം ബോറിംഗ് ആണ്. അതായത് കുറേ കാണിക്കുന്നുണ്ട്, അതിൻ്റെ കട്ട്സും അതിൻ്റെ സ്റ്റൈലും ഇതൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഒരു കോർ കഥ എന്ന് പറഞ്ഞാൽ വളരെ വളരെ തിന്നർ പ്ലോട്ടാണ് പടം. കഥ അതാണ് പടത്തിന് മിസ്സിങ് ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ എന്താ പറയുക, പടം ഡെവലപ്പായി നല്ല രസകരമായി പോയി അവസാനത്തെ ഒരു 15 മിനിറ്റ് ഉണ്ടേ. ആ ക്ലൈമാക്സ് സൂപ്പറായിരുന്നു. ആ 15 മിനിറ്റ് എന്ന് പറയുന്നത് ഗൈസ്, അത്രയും നേരത്തെ ആ ഒരു കാണിച്ചു കൂട്ടലിനൊക്കെ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. മമ്മൂക്കയുടെ ആക്ടിങ് ആ 15 മിനിറ്റ് അമ്മാരി നൈസായിരുന്നു. നൈസ് എന്ന് പറഞ്ഞാൽ ഒരു പുള്ളി ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല ജംഗിൾ പൊളിയാണ് പുള്ളി പൊളിച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സിനിമ. ആ 15 ആ കോർ ട്വിസ്റ്റ് അത് അടിപൊളിയായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഈ ഇടയൊന്നും മമ്മൂക്ക ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് വേറെ സിനിമകൾ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ എന്താ പറയുന്നത്, മമ്മൂക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഗ്ലാമർ, ലുക്ക്, താടി ഷേപ്പിങ്, മുടി സംഭവങ്ങളൊക്കെ. അപ്പോൾ എനിക്കൊന്നും അത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പടം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയിൽ കുറേ ആനിമേഷൻ പരിപാടി നടക്കുന്നുണ്ട്. അതായത് ഒരു ഗെയിമിംഗ് സെൻട്രിക് പടമാണ്, ഗെയിമാണ് പടം, ഗെയിമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആവുന്ന പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ആനിമേഷൻ സംഭവങ്ങളൊക്കെ രസമായിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ബിക്കോസ് എൻ്റെ ഒപ്പം തൊട്ടപ്പുറത്തിരുന്ന ഒരു എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഞാൻ പോയത്. അപ്പോൾ ലേഡി ഫ്രണ്ടാണ്. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്, കുറേ ലൈക്ക് എല്ലാവർക്കും ആ ഒരു ആനിമേഷൻ പരിപാടിയൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുന്ന ഒരു ജെൻസി കൈൻഡ് ഓഫ് സിനിമ എന്ന് പറയും. മമ്മൂക്കയുടെ ഒരു ജെൻസി സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു യൂത്ത് പടമായിട്ടാണ് തോന്നിയത്, ഗെയിമിങ്ങും ഇതും. അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്ലൈമാക്സ് വരുന്ന ആ ഒരു 15 മിനിറ്റ് മോനെ അങ്ങേര് കലക്കി പൊളിച്ചിട്ടുണ്ട്. ആ ഒരു കാലും കൊണ്ട് കാണിക്കുന്നതും അതേപോലെ തന്നെ ആ ഒരു
ഗ്ലാസ്, ഇങ്ങനത്തെ ഗ്ലാസ്സൊക്കെ വെച്ച് ആ ഒരു ഗെയിമിങ്, ആ ഒരു വൈബ് കൊണ്ടുവരാനായിട്ട് പടത്തിന് പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഗൈസ് നിങ്ങൾ ഇതൊരു ഭയങ്കര കഥയോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും പടം കാണുക, അതിൻ്റെ ആ കളർ ടോൺ, അതിൻ്റെ ആ ഒരു സീന് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുക. അല്ലാണ്ട് കഥയൊക്കെ അന്വേഷിച്ച് ചോദിക്കുന്നത്, കഥ ഭയങ്കര തിന്നറാണ്, ഒന്നുമില്ല. ഒരു ഗാങ്സ്റ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. ലൈക്ക് ഒരുപാട് എന്താ പറയുന്ന, ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് പടമാണ്. ഇൻവെസ്റ്റിഗേഷൻ ആണ് സിനിമ. അത് തന്നെ വളരെ ക്വിക്കായിട്ട് വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു ഇതിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഫസ്റ്റ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് സീനിൽ, ഒരു അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രതിനെ പിടിക്കാൻ പോണ എല്ലാണ്ണും തോക്കും ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഹെൽമെറ്റും പൊക്കിക്കൊണ്ട് ഒരു സാധനം വരും. മോനെ, നമ്മളാരും പ്രതീക്ഷിക്കാത്ത അണ്ണൻ. അത് വല്ലാത്ത ഷോക്കായി പോയിട്ടെ. ഞാൻ ഇയാൾ തന്നെയാണോ? ഞാൻ എന്നിട്ട് പിന്നെ ഇന്റർവ്യൂ നോക്കിയപ്പോഴാണ് ഇങ്ങനെ അഭിനയിച്ചു. ഞാൻ വിചാരിച്ചോലെ AI ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണേന്ന്. മോനെ, അണ്ണം പൊളിച്ചോട്ടെ. ആ ഒറ്റ സീൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സീനേ ഉള്ളൂ, പക്ഷെ അത് രസമായിട്ടുണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു സീൻ നമ്മൾ ഒറ്റാളും പ്രതീക്ഷിക്കില്ല, അങ്ങനെ ഒരു മുഖം. അതാണ് അതിൻ്റെ ആ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പടം കഥ വൈസ് അത്രയൊന്നുമില്ല, പക്ഷേ ഓഫ് കോഴ്സ് നല്ലൊരു സിനിമ, നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, ഞാൻ തുറന്നു പറയണേണ്. കാരണം എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല, പലർക്കും പല അഭിപ്രായമാണ്. ബിക്കോസ് ഞാൻ പറയണ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവന് പടം അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. എനിക്ക് ഫിലിം ഗൈസ്, എനിക്ക് സൂപ്പർ പടം. മമ്മൂക്കയൊക്കെ കുറച്ച് നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നല്ല, മമ്മൂക്കയുടെ ആ ഒരു 15 മിനിറ്റ് അവസാനത്തെ എനിക്കത് ആ ഒറ്റ ഒരു സീൻ മാത്രം എനിക്ക് ഇനിയും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ആ ഒരു അവസാനത്തെ ക്ലൈമാക്സിലേക്ക് അടക്കുന്നുള്ളൂ, ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു 15 മിനിറ്റത്തെ ആ ഒരു പോർഷൻ എന്തുകൊണ്ടാണ് ഈ എക്സൈറ്റ്മെൻറ്റ് പറയുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എൻ്റെ വാക്കുകൾ വരെ കിട്ടുന്നില്ല എനിക്ക്. നൈസ് പടം ഗൈസ്, ബസൂക്ക. ഇനി ബസൂക്ക ഞാൻ 11 മണിക്കാണ് ഷോ കണ്ടത്. ഇനി ഞാനൊരു പടത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് 4 മണിക്ക്, മറ്റേ ജിംഖാന, ആലപ്പുഴ ജിംഖാന ബോയ്സിൻ്റെ പടം. അത് പോയി കാണണം ഗൈസ്, അത് നൈസായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, അത് മാത്രമല്ല 3 സിനിമയാണ് ഇന്നത്തെ ദിവസം റിലീസ് ചെയ്തേക്കണത്. കുറേ നാളായിട്ട് എമ്പുരാൻ തകർത്ത് ഓടണേണ്, വേറെ സിനിമകളില്ല. പിന്നെ കൂടെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അഭിലാഷം എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ഗൈസ്, അതൊന്നും കോമ്പറ്റീഷനിലേ ഇല്ല. പിന്നെ 10-ാം തീയതി തൊട്ട് 3 സിനിമ തൊട്ട് റിലീസ് ചെയ്യാനാണ്. തിയേറ്ററൊക്കെ പൂരപ്പരമ്പാക്കാനായിട്ടുള്ള സിനിമകളെല്ലാം ഉണ്ട്. സോ യെസ്, അത്രേ ഉള്ളൂ എൻ്റെ റിവ്യൂ.